ന്യൂനപക്ഷങ്ങളോടൊപ്പം BJP ഇല്ല എന്നാണ് എപ്പോഴും BJPക്കെതിരെ പലരും മുദ്ര കുത്തുന്ന പ്രയോഗങ്ങൾ എന്ന് പറയുന്നത്. ഇത്തവണ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ BJPയുടെ ന്യൂനപക്ഷ സ്നേഹം കണ്ട് പറഞ്ഞവർ പോലും ഞെട്ടിയിരിക്കുകയാണ്. എങ്ങനെ കാണാം ഇതിനെ? BJPക്ക് ഇപ്പൊ ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളാണ് കൂടുതൽ. അതായത് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു ജാതിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ഉണ്ടാകുന്ന ഒരു അവസ്ഥ നേരത്തെ ഇല്ലായിരുന്നു. അതായത് BJP ഏതാണ്ട് ഹൈന്ദവ പാർട്ടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ വേറെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ അവർക്ക് അതിനകത്തില്ല, തെരഞ്ഞാൽ കിട്ടത്തില്ല എന്നുള്ള രീതിയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഈ പ്രാവശ്യം 47 പേരുടെ പട്ടിക, ആദ്യത്തെ പട്ടിക, അതിനകത്ത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് A ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടിക. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിക്കുന്നത്, അതായത് മത്സരിക്കുന്ന സീറ്റുകളൊക്കെ അവർക്ക് കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള സീറ്റുകൾ. അതിനകത്ത് 35 സീറ്റ് ഉണ്ടെങ്കിൽ അധികാരത്തിൽ വരാൻ സാധിക്കുമെന്ന് സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞതിനകത്ത് 47 സീറ്റിനകത്ത് ഏതാണ്ട് 30ഓളം സീറ്റിൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ 50% വോട്ടുള്ളിടമാണ്. അതായത് പല സീറ്റുകളും BJP ജയിക്കാത്തത് അവസാനം ഈ പ്രാവശ്യം BJP ജയിക്കുമോ, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിയെക്കാട്ടി മെച്ചമല്ലേ മറ്റേ സ്ഥാനാർത്ഥി എന്നുള്ള കാരണം കൊണ്ട് ഒരുപക്ഷെ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ വോട്ട് മാറ്റി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ജയിച്ച സ്ഥാനാർത്ഥി BJPയെക്കാട്ടിൽ അല്ലെങ്കിൽ BJPയുടെ വോട്ടിനെക്കാട്ടിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാത്തടത്താണ്. അപ്പം ഇപ്രാവശ്യം അവർ കരുതിയിരിക്കുന്നത്, അവർ അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്നത്, ജനത്തിന് താല്പര്യമുണ്ട്, ജനം വോട്ട് ചെയ്യും, ജനത്തിൻ്റെ താല്പര്യത്തിന് അനുസരിച്ചുള്ള പ്രവർത്തനവും വാഗ്ദാനവും ആ വാഗ്ദാനം നിറപ്പേറ്റാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥികളും ഉണ്ടായാൽ BJP ജയിക്കും. അത് കോർപ്പറേഷനിൽ കൂടി പഠിച്ചതാണ്. അപ്പം ഇപ്പം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ BJPക്ക് കേരളത്തിൽ ഇനി രക്ഷപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിൻ്റെ സഹായം വേണം. അപ്പം ആ ന്യൂനപക്ഷത്തിൻ്റെ സഹായത്തിന് BJP വളരെ കാലമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. BJPക്ക് ഇപ്പം മുസ്ലിങ്ങൾ വോട്ട് ചെയ്താൽ പുളിക്കുമോ, ക്രിസ്ത്യാനി വോട്ട് ചെയ്താൽ പുളിക്കുമോ? പക്ഷെ ഇപ്പം അതിനകത്ത് ക്രിസ്ത്യാനിയുടെ ആനുകൂല്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് ബോധ്യം ഉണ്ടായിട്ടാണല്ലോ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ക്രിസ്ത്യൻ നേതാക്കന്മാർ BJPയിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ക്രിസ്ത്യാനി നേതാക്കന്മാർ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയം പറയുന്ന നേതാക്കന്മാരാണ്. അതിനകത്ത് നമ്മൾ കാണുന്നത് കേരള കോൺഗ്രസ്സുകാരാണ്. കേരള കോൺഗ്രസ് UDF ആണല്ലോ ഈ ന്യൂനപക്ഷ ആനുകൂല്യം ഏറ്റവും കൂടുതൽ വാങ്ങിച്ചെടുത്ത് അധികാരത്തിൽ വന്നിട്ടുള്ള പാർട്ടി. അതിനകത്ത് ഏത് ന്യൂനപക്ഷം, ഒന്ന് ക്രിസ്ത്യൻ ന്യൂനപക്ഷവും ഒന്ന് മുസ്ലിം ന്യൂനപക്ഷവും. അത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷത്തിൻ്റെ അത്രയും വോട്ടിലുണ്ട്. അപ്പോൾ അത് രണ്ട് പാർട്ടിയാണല്ലോ ഇവിടെ മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടിരുന്നത്, UDFും LDFും. അതിനകത്ത് ഈ UDFിനകത്ത് ന്യൂനപക്ഷ വോട്ടിൻ്റെ ഏകീകരണം കൊണ്ട് അടിയാത്തിരുന്ന പാർട്ടിയാണ്. എത്ര പറയുമ്പോഴും അതിനകത്ത് ക്രിസ്ത്യാനിയും അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ വോട്ടാണ്. അവർക്കാണ് ആ ഭരണം വന്നാൽ സ്വാധീനം കൂടുതൽ, അവരുടെ മന്ത്രിമാരായിരിക്കും ഏറ്റവും കൂടുതൽ. പലവട്ടം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് എത്ര ക്രിസ്ത്യൻ മന്ത്രിമാർ, കുഴപ്പമില്ല, അവിടെ MLA മാർ കൂടുതൽ അതിനകത്താണ്. കേരള കോൺഗ്രസിനകത്ത് കാണും ജോസഫ് ഒരു ഗ്രൂപ്പ് കാണും, മാണി ഒരു ഗ്രൂപ്പ് കാണും, അല്ലെങ്കിൽ ഈ നമ്മൾ പറയുന്ന കോൺഗ്രസിനകത്ത് അവർ കാണും. അപ്പോൾ മാണിക്ക് മന്ത്രിമാർ വരുന്നത് പിന്നെ ക്രിസ്ത്യാനിയല്ലേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ജോസഫിൻ്റെ ആണെങ്കിൽ ക്രിസ്ത്യാനിയല്ലേ വരും, ജേക്കബ് ഒരു ക്രിസ്ത്യാനിയല്ലേ. പിന്നെ ഇതിനകത്തുനിന്ന് വരുമ്പോൾ പ്രധാനപ്പെട്ട ഉമ്മൻചാണ്ടിയെ പോലെയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അവരുടെ പ്രാതിനിധ്യം കൊണ്ടത്. പിന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രാതിനിധ്യം മുസ്ലിം മന്ത്രി. ഈ ഒരു ആക്ഷേപം വരുന്ന സമയത്താണ് ഇവിടെ ഭൂരിപക്ഷ ഏകീകരണം എത്ര വരുമ്പോഴും ഒരു 17-18% മാത്രം വോട്ട് പിടിക്കുന്നിടത്ത് അതിനെ അധികാരത്തിൽ വരണമെങ്കിൽ ഏതാണ്ട് 3 പാർട്ടികൾ വരുമ്പോൾ 30% വോട്ടിലേക്ക് വരണമെങ്കിൽ ഒരു ന്യൂനപക്ഷത്തിൻ്റെ ആനുകൂല്യം വേണം. ആ ആനുകൂല്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന BJP ആ ആനുകൂല്യത്തിനോടൊപ്പം നിൽക്കാൻ, നടന്നു കയറാൻ വെറുപ്പില്ലാത്ത പാർട്ടിയാക്കി ക്രിസ്ത്യാനി തീരുമാനിക്കുന്നത് കൊണ്ടാണ് ക്രിസ്ത്യാനിയുടെ കാര്യം പറയുന്നത്. ഞാൻ മുമ്പ് കേരള കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞു. ക്രിസ്ത്യാനിയെ കാര്യം ഈ പറയുന്ന ഭരണപക്ഷത്ത് നിന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കേരള കോൺഗ്രസ്സാണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സാണ് ഒരു പരിധിവരെ. ഉമ്മൻചാണ്ടിയൊക്കെ അതിൻ്റെ ഭാഗം. ഇപ്പം അതിനകത്ത് നിന്ന് പറഞ്ഞിട്ടുള്ളതിനകത്ത് അവർക്ക് വിശ്വാസമുള്ള നേതാക്കന്മാർ ഇപ്പം ഉള്ളത് ഒരു പക്ഷേ ഈ പറയുന്ന ഷോൺ ജോർജും പൂഞ്ഞാറിൽ നിന്നുള്ള നമ്മുടെ PC ജോർജും ഒക്കെയാണ്. കാരണം തിരുമേനിമാരുമായിട്ട് സഭയുമായിട്ടും കോൺഗ്രസിനകത്തുള്ളതിനെക്കാട്ടിൽ ബന്ധമുള്ള നേതാക്കന്മാർ ഇപ്പം പരിശോധിക്കുമ്പോൾ ഇവരാണ്. അതിനകത്ത് ഈ കേന്ദ്രമന്ത്രിയായിട്ടുള്ള കുര്യന് പോലും അത്രയും ബന്ധമുണ്ടോ ഷോണിനോട് ഒരു പള്ളിയിലച്ഛനോ അല്ലെങ്കിൽ തിരുമേനിക്കോ സഭയ്ക്കോ അവരുടെ ഒരു കാര്യം നേരിട്ട് യാതൊരു സങ്കോചവും ഇല്ലാതെ പറയാൻ പറ്റുന്ന ഷോണിനോടും അല്ലെങ്കിൽ PC ജോർജിനോടും. അപ്പം അതുകൊണ്ട് തന്നെ അവർ നിൽക്കുന്നിടത്ത് അവർക്ക് അതിൻ്റെ സഹായമുണ്ട്. അതുകൊണ്ടാണ് ഷോൺ പറയും ഞാൻ പാലായിൽ നിന്നോളാം, എനിക്ക് പാലാ മതി, പൂഞ്ഞാറ് വേണ്ട. കാരണം മാണിയുടെ പാല, മനസ്സിലാവുന്നുണ്ടോ? മാണിയുടെ മകനെ അവിടെ പരിഗണിക്കുന്നതിനകത്ത്, അവിടുത്തെ ജനങ്ങൾക്കകത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനകത്ത് അച്ഛൻ്റെ കൂട്ട് പ്രാപ്തനല്ല, അതിന് കഴിവില്ല, കൊള്ളുന്നവനല്ല എന്ന് കണ്ടാണല്ലോ അവിടെ മാണിയുടെ മരണത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൽ പോലും മാണിയുടെ മകന് അവിടെ ജയിക്കാൻ പറ്റാതെ വരുന്നത്. രണ്ടാമതും പരീക്ഷിക്കുന്നു, ജയിക്കാൻ പറ്റാതെ വരുന്നു. ആ സ്ഥാനത്ത് ഒരുപക്ഷെ അത് അവിടുത്തെ ക്രിസ്ത്യാനിയും
ക്രിസ്ത്യാനിക്ക് ഏറ്റവും സ്വാധീനമുള്ള സഭയും അതിൻ്റെ പുറകിലുണ്ട്. അതായത് അവർക്ക് വേണ്ട ആ സ്ഥാനത്ത് അവൻ ഷോൺ പറഞ്ഞു, ഞാൻ നിന്നോളാം, എനിക്ക് പൂഞ്ഞാർ വേണ്ട, പൂഞ്ഞാറാണല്ലോ ഏറ്റവും കൂടുതൽ ആദ്യം ചോദിക്കുന്നത്, പൂഞ്ഞാർ എനിക്ക് വേണ്ട, എനിക്ക് പാലാ മതി. അപ്പം ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറകിൽ ഒരു കാര്യമുണ്ട്. അതായത് അവിടെ ഒരു ത്രികോണ മത്സരം വരാൻ പോവുകയാണ്. അവിടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ പറയുന്നത് പോലെ നിലവിലുള്ള MLAക്ക് ജനത്തിൻ്റെ ഇടയ്ക്ക് അംഗീകാര കുറവുണ്ട്. കാരണം മാണി 50 കൊല്ലം കൊണ്ടു നടന്ന് പൂന്തോട്ടത്തിന് തുല്യമായിട്ടുള്ള വീട് പോലെ എല്ലാ പ്രദേശവും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാലായി ചെന്ന് കഴിഞ്ഞാൽ മൊത്തം റോഡ് സൈഡ് വരെ നമ്മുടെ വീടുകളിലുള്ള പൂന്തോട്ടം പോലും അലങ്കരിച്ച് അത്രയ്ക്ക് കൊണ്ടുവരുന്നത്. അതിനകത്ത് ആ മണ്ഡലത്തെ ശ്രദ്ധിക്കുന്നില്ല. അപ്പം അയാളിനോട് നിലവിലുള്ള MLAയോട് അതൃപ്തിയുണ്ട്. എന്നാൽ രണ്ടാമതവിടെ മത്സരിക്കുന്ന ആള് മാണിയുടെ മകനായതുകൊണ്ട് അല്ലെങ്കിൽ ജോസ് കെ മാണി ആയതുകൊണ്ട് അയാളെ പരിഗണിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അയാളെയും ഈ പറയുന്ന നിലവിലെ MLAയും കൂടി പരിഗണിക്കുമ്പോൾ MLAക്ക് കൂടുതൽ ആനുകൂല്യം കിട്ടുന്ന ഒരവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ ജനങ്ങൾക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ള ഒരു ആളാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഷോൺ ജോർജ്. അതായത് പാലായിൽ ഷോൺ ജോർജിന് വളരെ കൂടുതൽ സാധ്യതയുണ്ട്. അതുപോലെ ജോർജ് കുര്യൻ, അദ്ദേഹം ഈ പറയുന്ന മന്ത്രിസഭയിൽ വന്നു കഴിഞ്ഞപ്പം ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചിരുന്ന സുരേഷ് ഗോപിയെക്കാട്ടി ജനങ്ങൾക്കിടയിൽ മര്യാദക്കാരനാണ്, മാന്യനാണ്, മന്ത്രി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. എവിടെ ഇറങ്ങിയാലും അദ്ദേഹം ഒരു സാധാരണക്കാരൻ്റെ കൂടെ പ്രവർത്തിക്കും. അത് നമ്മുടെ ചൂരൽമലയിലപ്പം സാധാരണ മനുഷ്യൻ്റെ കൂട്ടയാൾ ഇറങ്ങി നിന്ന് ഒരു 150 രൂപയുടെ കോട്ട് നിന്ന് സാധാരണക്കാരൻ്റെ കൂടെ ഇറങ്ങി നിന്ന് കാര്യങ്ങൾ നടത്തി കൊടുത്ത ഒരു മന്ത്രി. ആ രീതിയിൽ ഇത്രയും മര്യാദയുള്ള ആരുള്ളൂ. ഇയാൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഗമായിട്ട് നിന്നുകൊള്ളും, നമുക്കൊരു കാര്യം പറയാൻ പറ്റും, നടത്തിത്തരും, ന്യായമുള്ളവനാണ്. അതും ക്രിസ്ത്യാനി ആ ഒരു സ്ഥാനാർത്ഥിയും വളരെ കൃത്യമായിട്ട് പരിചയം. പിന്നെ പൂഞ്ഞാറിൽ ഈ പറയുന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സ്ഥാനാർത്ഥി അത് BJPയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ അദ്ദേഹത്തിൻ്റെ തോൽവിക്ക് കാരണം അദ്ദേഹം ഈ പറയുന്ന മുറിവേറ്റ ക്രിസ്ത്യാനിയുടെ കാര്യം അല്ലെങ്കിൽ ക്രിസ്ത്യാനി അനുഭവിക്കുന്ന വിഷയം അല്ലെങ്കിൽ ക്രിസ്ത്യാനി പള്ളിയിലച്ചൻ ഒരു കുർബാന നടത്തിയിരുന്നപ്പോൾ സ്കൂളുകൾ അല്ലെങ്കിൽ പള്ളിയിൽ കുർബാന നടക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ പള്ളിക്കിടെ കോമ്പൗണ്ടിൽ ബൈക്ക് ഓടിക്കരുത് പറഞ്ഞ പള്ളിയിലച്ചനെ തള്ളിയിട്ട് നെഞ്ചത്ത് ചവിട്ടിയ ഇവർക്ക് അനുകൂലമായിട്ട് നിന്ന ഒരവസ്ഥയിൽ അതും പറയാൻ ഈ പറയുന്ന നമ്മുടെ PC ജോർജ് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ അരമനയ്ക്കകത്ത് നടന്ന പ്രസംഗം വെളിയിൽ കൊണ്ടുവന്ന് അതിനെതിരെ SDPക്കാരൻ മുദ്രാവാക്യം വിളിച്ച് അടുത്ത് ചെന്നപ്പോൾ RSSകാരുടെ കൂടെ അന്ന് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഇല്ലാത്ത സമയത്തും ഇത് അനീതിയാണ്, ഇവിടെ കാണിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിയുടെ ഭാഗമായിട്ട് അതിൻ്റെ മുമ്പിൽ കാവൽ നിൽക്കാൻ PC ജോർജ് ഉള്ളത്. അപ്പം ആ രീതിയിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റുകൾ ഒരുപക്ഷെ ഇസ്ലാമിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ, ക്രിസ്ത്യാനിക്കെതിരെയുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ അത്തരം കാര്യങ്ങൾക്കകത്ത് വളരെ കൃത്യതയോടുകൂടി നിന്നതുകൊണ്ട് അല്ലെങ്കിൽ പ്രതികരിച്ചതുകൊണ്ട് മാത്രമാണ് പൂഞ്ഞാറിൽ അയാൾ തോറ്റത്. അയാളെ തോൽപ്പിച്ചത് അവിടുത്തെ മുസ്ലിങ്ങളാണ്. ഈ രീതിയിൽ ക്രിസ്ത്യാനി അവിടെ സഹായിക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് പ്രബലമായ ക്രിസ്ത്യൻ കാൻഡിഡേറ്റുകൾ ഇപ്രാവശ്യം BJPക്ക് മത്സരിക്കുന്നു. അത് പൂഞ്ഞാറായാലും കാഞ്ഞിരപ്പള്ളിയിലായാലും ഈ പറയുന്ന പാലായിലായാലും ജയിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ആ മേഖല ക്രിസ്ത്യാനികളുടെ മേഖല അല്ലെങ്കിൽ ഈ പ്രദേശം ഒരുപക്ഷെ BJPക്ക് ഒരിക്കലും ചെല്ലാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിടത്ത് ബാലികേല മലയാണെന്ന് വിചാരിച്ചിടത്താണ് ഇപ്പോഴത്തെ ഇത്തരത്തിലുള്ള സാധ്യത വരുന്നത്. അതായത് ആദ്യം തന്നെ BJP ഞെട്ടിച്ചിരിക്കുന്നു. പ്രവചനങ്ങളെയും അല്ലെങ്കിൽ സർവേ ഫലങ്ങളെയും ഒക്കെ മറികടന്ന് BJP കേരളത്തിൽ വിചാരിക്കാത്ത മേഖലയിൽ പോലും ഒരുപക്ഷെ നമ്മൾ ഉറ്റുനോക്കിയിരിക്കുന്ന മേഖലയ്ക്കപ്പുറം ചില മേഖലയിൽ കൂടി പടർന്നു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഷോണും PC ജോർജും ഈ പറയുന്ന നമ്മുടെ കേന്ദ്രമന്ത്രിയും ഒക്കെ ഞെട്ടിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ക്രൈസ്തവ ദേവാലയങ്ങളിലൊക്കെ ഇപ്പോൾ ഈ ഇടയലേഖനങ്ങളും മറ്റും വായിക്കുന്നുണ്ട്. അതായത് ക്രൈസ്തവ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇസ്ലാമിസ്റ്റ് വോട്ടുകളുടെ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടുകൾ അവർക്ക് സമാഹരിക്കാനും അതെങ്ങനെ UDFന് അനുകൂലമാക്കി മാറ്റാനും കഴിയുമെന്ന് അവർ തെളിയിച്ചാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തെളിയിച്ചു, അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ തെളിയിച്ചാണ്. അതുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വിചാരിക്കുന്നത് പോലെ ചില കാര്യങ്ങളൊക്കെ നടക്കും. എന്തിന് ഒരു മുസ്ലിം മുഖ്യമന്ത്രി പോലും കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള വലിയ പ്രചരണങ്ങൾ നടന്നു. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ LDF ഗവൺമെൻറ് നടത്തുന്ന വികസന പദ്ധതികളെയൊക്കെ തുറന്നു വിട്ടുകൊണ്ട് വലിയൊരു പ്രചരണ തന്ത്രം നടത്തുന്നു. കോൺഗ്രസ് അതിൽ പിന്നോക്കം പോകുന്നു. ഈ ഭാഗത്താണ് BJPക്ക് കടന്നു കയറാനുള്ള ഒരു സാധ്യത. അതുകൊണ്ട് BJP കൃത്യമായിട്ട് അതിലേക്ക് കടന്നു കയറുന്നുണ്ട്. BJPയിലെ ആളുകൾ, അതായത് ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് സമാഹരിക്കാൻ വേണ്ടുന്ന തന്ത്രങ്ങൾ പള്ളികൾ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. ഇനി മുസ്ലിം വോട്ടുകളെ കൂടി BJPയുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ BJPക്ക് പല മണ്ഡലങ്ങളിലും അക്കൗണ്ട് തുറക്കാനും പറ്റും. അതെ, തീർച്ചയായിട്ടും. ഈ തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപി
MP ആയി മത്സരിച്ച സമയത്ത് ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ, ഹിന്ദു വോട്ടുകൾ മാത്രമല്ല അവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത്, ക്രിസ്ത്യൻ വോട്ടിന്റെ കൂടി ഒരു പിന്നെ മൊത്തത്തിലുള്ള ഒരു സഹകരണത്തോടെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത്. അതോടുകൂടി ന്യൂനപക്ഷങ്ങളെ കുറെ കാലമായി BJP തങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ഇപ്പൊ ഇത്തവണ കരോളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് രംഗത്ത് വന്നു. ഇനി ഈ പിന്നെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം കേക്കുകൾ കൊണ്ട് BJP പല വീടുകളിലും കയറി ചെല്ലുന്നു എന്നുള്ള ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചു. പക്ഷെ അതൊന്നും വലിയ രീതിയിൽ ക്ലച്ച് പിടിച്ചില്ല ആരോപണങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ പൂഞ്ഞാറിനെ സംബന്ധിച്ച് ഈ PC ജോർജ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, SDPക്കാർ തന്നെ തോൽപ്പിക്കാനായി കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. നിരന്തരം അവിടെ പൂഞ്ഞാറിൽ ജയിച്ചുകൊണ്ടിരുന്ന പിന്നെ PC ജോർജ് പൊടും തന്നെ തോക്കുന്നു. അതിന് പിന്നിൽ SDPയുടെ ചില തന്ത്രങ്ങളാണെന്നൊക്കെയുള്ള ഒരു രീതിയിലൊക്കെ അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ വന്നിരുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിലാണെങ്കിലും പൂഞ്ഞാറിലും പാലായിലും പിന്നെ ഷോൺ ജോർജും PC ജോർജ്, ഷോൺ ജോർജ് എന്ന് പറയുന്നത് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന, എന്നാൽ വലിയ വിവാദങ്ങളിൽ ഒന്നും ചെന്ന് പെടാത്ത, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞതിന് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച് അതുവഴി 10 ആളുകൾ അറിയട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഷോൺ ജോർജ് എന്ന് പറയുന്നത്. കൃത്യമായ നിലപാടുകളുള്ള ഒരാളാണ്. PC ജോർജ് നേരെ വ്യത്യസ്തനാണ്. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും കൃത്യമായി വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു ശക്തനായ നേതാവ്. ജനപക്ഷത്ത് നിന്ന് പിന്നീട് NDAയുടെ ഭാഗമായി ചേർന്ന് ഇത്തവണ അച്ഛനും മകനും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ക്രിസ്ത്യൻ വോട്ടിന്റെ ഒരു സഹകരണം തന്നെ അവിടെ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെ? തിരുവല്ലയിലും ഇപ്പൊ അനൂപ് ആന്റണി പുതിയൊരു സ്ഥാനാർത്ഥി കഴിഞ്ഞ അവിടെ മത്സരിച്ചാണ്. അപ്പൊ അനൂപ് ആന്റണിക്ക് തിരുവല്ല സീറ്റ് കൃത്യമായിട്ട് കൊടുക്കുന്നത്. അവിടെ മാത്യു ടി തോമസ് ആണ് മത്സരിക്കാൻ എത്തുന്നത്. LDFന്റെ പക്ഷമായിട്ട് മാത്യു ടി തോമസ് മത്സരിക്കുമ്പോൾ അവിടെ നിന്ന് വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിലെ ജേക്കബ് വിഭാഗത്തിനോ അല്ലെ മാണി വിഭാഗത്തിനോ അല്ലെങ്കിൽ അങ്ങനെ കേരള കോൺഗ്രസിലെ ഏതെങ്കിലും കക്ഷിക്ക് അനുകൂലമായിട്ട് പോകേണ്ട വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്നു. അപ്പം BJP വോട്ടുകളെയും കൂടി ഉൾപ്പെടുത്തിയാൽ ഇവർക്ക് ഇവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ BJP ഈ ക്രൈസ്തവ വോട്ടുകൾ മുഴുവൻ നേടുന്നത് ഒറ്റയടിക്ക് വിജയിക്കാനാവില്ല. 5-10 വർഷം കഴിഞ്ഞുള്ള ഒരു അക്കൗണ്ട് തുറക്കലിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൃത്യമായിട്ട് നിൽക്കുകയാണ്. പറയാം BJP പറയണം നിങ്ങൾ ജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയൊന്നുമല്ല, മുഴുവൻ ക്രൈസ്തവർ വോട്ട് ചെയ്യുന്ന വിശ്വാസത്തോടെയല്ല. പക്ഷേ അവർ ഇത്രയും കാലം വോട്ട് ചെയ്ത കോൺഗ്രസും അവർ ഇത്രയും കാലം വോട്ട് ചെയ്ത CPM-ഉം ആ സഭയ്ക്ക് ആ സമുദായത്തിന് എന്ത് സഹായം ചെയ്തു? ഒരു നിർണായക ഘട്ടത്തിൽ ആരാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്? 10 വർഷമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന BJP-യും അതിനു ഉണ്ടായിരുന്ന ഈ പറയുന്ന UPA സർക്കാർ, ഈ സർക്കാരുകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്രൈസ്തവ സമുദായത്തിന് ആരുടെ ഭാഗത്തുനിന്ന് ഗുണം കിട്ടി? ഈ രീതിയിലാണ് ഷോൺ ജോർജിനെ, PC ജോർജിനെ, അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിലുള്ള നമ്മുടെ ജോർജ് കുര്യൻ എന്ന് പറയുന്ന മന്ത്രിയെ തന്നെ കളത്തിലേക്ക് ഇറക്കുന്നു, അനൂപ് ആന്റണി ഇറങ്ങുന്നു. അങ്ങനെ ക്രൈസ്തവ സ്ഥാനാർത്ഥികൾക്ക് എങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രാമുഖ്യം BJP നൽകിയോ അതിന് സമാനമായ രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ ഒരു പ്രാമുഖ്യം നൽകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്ന കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.